നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇടി ചമ്മന്തിയാണ്. അതിലേക്ക് ഈ ഒരു തേങ്ങ നമുക്ക് ആവശ്യമുണ്ട്, ഇടത്തരം ഒരു തേങ്ങ. ഇതിന് തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പൂളിയ കഷ്ണങ്ങളൊന്നും വരാൻ പാടില്ല. കുഞ്ഞായിട്ട് പൊടിയായിട്ട് തിരുമണം. വറക്കാനുള്ള തേങ്ങയാണ്. ഒന്ന് വെന്ത് ഒന്ന് വേവാതെ കിടന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്തയക്കാൻ നല്ലതാണ്. ചോറൊക്കെ കിട്ടുമ്പോഴും പ്രവാസികൾക്ക് കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പിടണം. ഇതിൽ ചേർക്കാനുള്ള പലവ്യഞ്ജനങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇത് തോടുള്ള ഉഴുന്നാണ്, ഇതാണ് നല്ലത്. ഇതില്ലാത്തവർ തോടില്ലാത്ത ഉഴുന്ന് ഉപയോഗിക്കാം. ഇനി അതിലേക്കടുത്ത് കുറച്ച് കടലപ്പരിപ്പ്. ഈ അളവിന് കേട്ടോ, ആ ഒരു തേങ്ങയ്ക്ക് ഈ അളവിനാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ആദ്യം തേങ്ങ കാണിച്ചത്. കടലപ്പരിപ്പ് തന്നെ വേണം, സാമ്പാർ പരിപ്പ് ഉപയോഗിക്കല്ലേ, കടലപ്പരിപ്പ്. ഇനി ഇതിലേക്ക് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് എടുത്ത് വയ്ക്കണം നമ്മൾ. അത് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കണേ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഉപയോഗിക്കാം. പൊടിയുപ്പെങ്കിൽ അതിൻ്റെ പാകത്തിന് നിങ്ങളിടുക. അടുത്തൊരു കഷ്ണം, ചെറിയൊരു കഷ്ണം ചുക്ക്. ഇത് പൊടിച്ച് വയ്ക്കുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നും. ഇതൊക്കെ കണ്ടല്ലോ, ചെറുതാണ്. പിന്നെ ഏലക്ക ഒന്നിട്ടാൽ മതി. ഞാൻ 2 എടുത്തത്, മൂക്കാത്തതായതുകൊണ്ടാണ് 2 എടുത്തത്. ഇതിന് പൊളിച്ച് വെക്കുക ഏലക്ക. അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് കുരു എടുക്കുക. നല്ലോണം കഴുകണം. കാരണം ഏലക്കയ്ക്ക് നല്ല തൈലം അവരടിക്കുന്നുണ്ട്, വിഷം. ഈ ചായയുടെ അരിപ്പില്ലേ, ആ അരിപ്പിലിട്ടിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം തുറന്ന് വിട്ടിട്ട് നല്ലോണം ഞരടി കഴുകിയാൽ മതി. ആ വിഷം അങ്ങ് പോവും. ചുക്ക് ആക്കി വെച്ചിട്ടുണ്ട്, ഏലക്ക ആക്കി വെച്ചിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പ്, നമ്മളെ പരിപ്പ്. ഇത് പുളിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ്. ഇത് നമ്മൾ പിച്ച് കഷ്ണങ്ങളാക്കി ഇടണം. ഇങ്ങനെ ഇട്ടാലേ വേവില്ല. ഇതിൻ്റെ ഈർപ്പം നിൽക്കാൻ പാടില്ല. ഈർപ്പം നിന്നാൽ പൂപ്പ് പിടിക്കും. അതുകൊണ്ടാണ്. അതിന് ഇത് തേങ്ങയുടെ കൂട്ടിയിട്ട് നമ്മൾ വറക്കും. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ കഷ്ണമാക്കി വയ്ക്കുക. ഇനി വേണ്ടത് കായമാണ്. ആവശ്യത്തിനുള്ള ഒരു കായം എടുത്തിട്ട് കുഞ്ഞാക്കി 5 കഷ്ണമാക്കി. ഇതാ കണ്ടല്ലോ, കായത്തിൻ്റെ അളവ് കണ്ടല്ലോ. ഇത്ര കുഞ്ഞ് കഷ്ണമാക്കി വയ്ക്കുക. പുളിയും ഇതുപോലെ കഷ്ണമാക്കി വയ്ക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത്. രണ്ടുപേരും ഒട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണ്, കായവും പുളിയും. കായം ഒട്ടിപ്പിടിക്കുന്ന ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, കഴുകി ഉണക്കിയ ജീരകം ഇതാ കുറച്ചെടുത്ത് അതിൽ വയ്ക്കുക. പിന്നെ വേണ്ടത് തേങ്ങയിലൊക്കെ 2 കരുവേപ്പില ഞാൻ വെച്ചിട്ടുണ്ട്. 2 ഇല, കൂടുതൽ വെക്കരുത്. 2 ഇല. ഇതാ ഈ മസാല സാധനങ്ങളും ഈ തേങ്ങയും കണ്ടല്ലോ, എല്ലാ സാധനവും കണ്ടല്ലോ. ഇത് രണ്ടും ഇപ്പോൾ തൽക്കാലം നമുക്ക് നോക്കാം. ചീനച്ചട്ടിയിട്ട് അടുപ്പി വയ്ക്കുക. ഇതിലേക്ക് എണ്ണ ഒഴിക്കരുത്. എണ്ണയുടെ ആവശ്യം ഇപ്പം ഇല്ല. അതിലേക്ക് നമ്മൾ ഈ കടലപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറക്കുക. ഒന്ന് ചോക്കും വരെ ഒന്ന് വറക്കുക. ഇപ്പം കാണിച്ചു തരാം, ഞാൻ വറുത്തിട്ട് കാണിച്ചു തരാം. കേട്ടോ, ഇതുപോലെ ഇത്രയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിന് എടുക്കുക. പെട്ടെന്ന് നമ്മളിത് പാത്രത്തിലാക്കി വയ്ക്കുക. കാരണം അവിടെ കിടന്നാൽ പിന്നെ കരിയും. എന്നിട്ട് അടുത്ത് ഉഴുന്ന് അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഈ ഉഴുന്ന് ഇങ്ങനെ വറക്കുക. വറുത്തിട്ട് ഇതിൻ്റെ പരുവം ഇതായി വരുന്നുണ്ട്. ഇതാ ഏകദേശം ഈ ചുവന്നൊക്കെ വരും. മറുഭാഗത്ത് ഈ വെള്ള ഭാഗം ചുവന്ന് വരുമ്പോഴത്തേക്കും നമ്മളിത് എടുക്കുക. പിന്നെ ചീനച്ചട്ടി തിളച്ച് കിടക്കുകയാണേ. അതിലേക്ക് ഒരു ഇത്തിരി എണ്ണ, വളരെ കുറച്ച്. ഇനി നമുക്ക് എണ്ണയെ ആവശ്യമില്ല, ഇത്ര മതി. ഇതന്നെ കൂടുതലാണ്, ഒഴിക്കരുതേ കൂടുതൽ. എന്നിട്ട് ഇതിലേക്ക് കായം, നമ്മൾ ഒരു 5 കഷ്ണം, കുഞ്ഞ് കഷ്ണം കായം വെച്ചില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം കായം എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കുക. അത് ഇട്ടപ്പോൾ തന്നെ അതാ ഒട്ടിപ്പിടിച്ച്. കണ്ടോ, തിളച്ച എണ്ണയിലേക്കാണ് നമ്മളിട്ടത്. എന്നിട്ടും ഒട്ടിപ്പിടിച്ച കണ്ടോ. ഇവൻ നമ്മളെ പറ്റിക്കും കേട്ടോ. കണ്ടോ ചേർന്നത് കണ്ടോ. ഇവൻ നല്ല ചതിയനാണ്. ഇവനെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇവനെ നമ്മൾ പൊരിച്ചെടുക്കണം. പൊരിഞ്ഞെന്ന് തോന്നുന്നില്ലേ? എന്നാലില്ല. അതാ ഞാൻ പറഞ്ഞ ചതിയനാണെന്ന്. ഇതിൻ്റെ ഉള്ളിൽ പച്ചയാണ്. അതെന്താ, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒട്ടിപ്പിടിക്കും. പച്ചയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. കണ്ടിട്ട് മൊരിഞ്ഞ മാതിരിയില്ലേ, അതാ പറയുന്നേ. കണ്ടോ ഒട്ടിപ്പിടിക്കുന്ന കണ്ടോ. ഇവനാ നമ്മൾ സൂക്ഷിച്ച്. ഇവൻ്റെ കാര്യത്തിന് ഞാൻ കുറച്ച് കൂടുതൽ ടൈമും എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം അങ്ങനെയാണ്. പൊടിച്ച് മിക്സിയിലിട്ട് പൊടിയുമ്പം പൊടിയൂല. അവിടെ നമുക്ക് കായം കടിക്കും, ചുവയ്ക്കും അത്. അതുകൊണ്ടാണ് ഇത്. എന്നിട്ട് നമ്മളിതിനെ കഷ്ണമാക്കുക. അതിന് കണ്ട കോടാലി ഒന്നും വേണ്ട. നമ്മളെ കയ്യിലുള്ള ചട്ടുകം തന്നെ ധാരാളം. അതിട്ട് കൊത്തി ഇവനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നല്ലോണം വേവിച്ചെടുക്കുക. ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് കോരി എടുക്കുക. ഞാൻ തൽക്കാലം ഉഴുന്നിൻ്റെ മേലെ വെച്ചെന്നേ ഉള്ളൂ. ഇതിന് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇതാ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മളൊരു മിക്സിയിലിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് നമ്മൾ കോരി ഇങ്ങ് എടുക്കണം കേട്ടോ. അതിൽ വയ്ക്കണ്ട. കാരണം നമുക്ക് ഇനി ഓരോന്നൊക്കെ പൊടിക്കാനുണ്ടല്ലോ.
ഇത് പുളിയുടെ കൂടെ വേണം ചേരാനുള്ളത്. ഇതാ ഉഴുന്ന് പരിപ്പാണ് ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ഇത് കടലപ്പരിപ്പ്. ഇത് രണ്ടിൻ്റെയും സൈസ് കണ്ടല്ലോ, കുറച്ച് തരി ഉണ്ടാവണം. ഇനി ഈ എണ്ണ ഉണ്ടല്ലോ ബാക്കി, ഇതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇടി ചമ്മന്തിക്ക് തേങ്ങ വറക്കുമ്പം നമ്മൾ എണ്ണ ചേർക്കരുത്. ഈ കായം പൊരിച്ച എണ്ണയിലേക്ക് ഇടുന്നതിന് കുഴപ്പമില്ല, നമ്മളൊരു തുള്ളി എണ്ണ ഉപയോഗിക്കരുത് വേറെ. എന്നിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ സിമ്മിൽ മാത്രം ഇടാവൂ. ഇവിടെ പടാന തീ, ഒരുപാട് തീ ഇടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മക്കൾക്ക് ചോറ് കിട്ടുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, ചോറ് കിട്ടുമ്പോഴൊക്കെ കൊടുത്തേക്കാം. ഇനി ചുവന്ന് വരുന്നുണ്ട്, കണ്ടോ, ചുവന്ന് വന്നു. ഇനി ഏകദേശം ആയാൽ നമ്മളിതിലേക്ക് നമ്മളെ പുളിയില്ലേ, കഷ്ണങ്ങളാക്കി വെച്ച പുളി ഇട്ട് കൊടുക്കണം. അവനും ഇടുമ്പോൾ പൊട്ടിപ്പിടിക്കും. നമ്മളെടുത്തിടുമ്പോൾ അവനും ഒട്ടും, കണ്ടോ, ചേർന്നത് കണ്ടോ. ഇവർ കായവും പുളിയുടെയും സ്വഭാവം ഇതാണ്. അപ്പം നമ്മൾ ചട്ടുകെട്ട് ഇവനെ അങ്ങോട്ട് വരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വിടുക. ഇവരെ സംഘം ചേരാൻ വിടരുത് കേട്ടോ. അത് നമുക്ക് അങ്ങനെ പൊടിച്ച് വെച്ചാൽ പൂപ്പ് പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചുക്കിട്ട് കൊടുക്കണം, കണ്ടോ, ചുക്ക് ഇട്ട് കൊടുത്തു. ചുക്കൊക്കെ അങ്ങ് പൊടിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. മൂപ്പിച്ച് അങ്ങോട്ട് വറക്കുക. തീ കൂട്ടരുതേ, ഇത്ര തീ മതി കേട്ടോ. സിമ്മാക്കി ഇട്ടിട്ട് അതിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത്തിരി സമയം എടുത്താലും നല്ല ചമ്മന്തി. ഇനി ഇതിലേക്ക് നമ്മൾ ജീരകം, ഉപ്പ്, മറ്റേ ഏലക്കക്കുരുവില്ലേ അത്, ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അതങ്ങ് മാറ്റുക. ഇതിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിട്ട് കഴിഞ്ഞ് ഒരു ഇളക്കിളക്കിയ ഉടനെ സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കുക. മതി, ഉണ്ടോ, ഓഫാക്കി. ഞാൻ ഓഫാക്കിയേ. എന്നിട്ട് കുറച്ചങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതാ ചീനച്ചട്ടിയിലേക്ക്, കണ്ടോ ഗ്യാപ്പ് കണ്ടോ അവിടെ മുളക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു വലിയൊരു സ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ടു. മുളക് പൊടി നിങ്ങൾക്ക് വേണേൽ കൂടുതലിടാം, ഇത് കുറച്ച് മതിയെങ്കിൽ ഇടാം, ഓരോരുത്തർക്ക് ഓരോ ഏരിയല്ലേ. പിന്നെ ഇതാ മല്ലിപ്പൊടി. മല്ലി വാങ്ങി വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതിൻ്റെ ടേസ്റ്റും മണവും ഒന്ന് വേറെ തന്നെയാണ്. ചെയ്തു നോക്ക്, അപ്പോഴറിയാം. കറിക്കൊക്കെ അങ്ങനെ ചെയ്തു നോക്ക്, നല്ല ടേസ്റ്റാണ്. ഇത് സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഈ തേങ്ങ കരിയും. ഞാനിതിനെ കോരി ഒരു പാത്രത്തിൽ വെച്ചതാണ് ഈ കാണുന്നത്. പുളി അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. ഇതിൽ കണ്ടില്ലേ പുളി, കണ്ടോ, ഇതിൻ്റെ ഈർപ്പമൊക്കെ പോയി. എന്നിട്ട് ഈ കായം പൊടിച്ചില്ലേ അതങ്ങോട്ട് തിരിച്ച് തട്ടിക്കൊടുക്കണം കേട്ടോ. തട്ടി ഒരു കറക്കൂടി കറക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ പുളി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് തേങ്ങയും ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാ അടുത്ത പൊടിവർഗ്ഗങ്ങളും ഇനി പൊടിക്കാനുള്ള തേങ്ങയുമാണിത്. നമ്മളിപ്പോൾ വറുത്തെടുത്ത തേങ്ങയാണ്. അത് മിക്സിയിലിട്ട് കുറേ അങ്ങ് കറക്കാതെ കുറേശ്ശെ കറക്കുക. അതിന് ശേഷം കറക്കി പൊടിക്കുക. അതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ ഈ ഉഴുന്ന് പൊടിയും കടലപ്പരിപ്പിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക. തരി ഉണ്ടാവണം, കണ്ടല്ലോ, കൊത്തും ഒക്കെ കണ്ടല്ലോ. ഈ പരുവത്തിന് ഒന്ന് നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇടി ചമ്മന്തി റെഡി. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഉപ്പ് മാത്രം നോക്കിയാൽ മതി. ഇപ്പം ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. 2 ദിവസം ഇരുന്നിട്ട് പിറ്റേന്ന് നോക്ക്, സൂപ്പർ ടേസ്റ്റാണ്. ഞാനിതിനെ ബൗളിലേക്ക് എടുത്തു വെച്ചു. എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ഉണ്ടാക്കിക്കോളി.